നമുക്ക് എന്തും ചെയ്യാം, എന്തും ചെയ്യാനുള്ള കഴിവും എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഒരു ബിസിനസ്സുകാരനുണ്ട്. പക്ഷേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. വി ക്യാൻ ഡു എനിത്തിങ്, വി ക്യാൻ ഡു എനിത്തിങ്, ബട്ട് വി കനോട്ട് ഡു എവരിത്തിങ്. നമ്മുടെ കസ്റ്റമേഴ്സിന് 100,000 പ്രശ്നങ്ങൾ കാണും. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പോവല്ലേ. ഏത് പ്രശ്നം പരിഹരിക്കുമ്പോഴാണോ എനിക്ക് ലാഭം കിട്ടുന്നത് അത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ചായ കൊടുക്കുന്നതിൽ എനിക്ക് ലാഭമില്ലെങ്കിൽ ചായ കൊടുക്കരുത്. പൊറോട്ട വിൽക്കുമ്പോഴാണ് എനിക്ക് പൊറോട്ട മാത്രം കൊടുക്കുക, ചായ കൊടുക്കരുത്. കാരണം അവന് ചായ വേണമായിരിക്കും, പക്ഷേ എനിക്കതുകൊണ്ട് ലാഭമില്ലെങ്കിൽ ചെയ്യരുത്. കാരണം ഇവിടെ ഒരു നിയമവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇത് കസ്റ്റമറിന് കൊടുത്തേ പറ്റുമെന്ന്, ഒരു നിയമവും ഇല്ല. സോ സേ നോ ആൻഡ് ഓൺലി ഡു ബിസിനസ്, ഓൺലി ഡു സെയിൽസ് ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ യു. പ്രോഫിറ്റ് ഇല്ലാതെ ഒരു പണിയും ചെയ്യരുത് കേട്ടോ, ആ ഏരിയയിലോട്ട് പോകരുത്. നമ്മളുടെ പ്രശ്നം ബിസിനസ്സിൽ എപ്പോഴെങ്കിലും ഒരു തകർച്ച അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സെയില് കയറിയില്ലെങ്കിൽ അപ്പം നമ്മൾ പുതിയ പ്രൊഡക്റ്റോ സർവീസോ അന്വേഷിച്ചു പോകും. നിലവിലുള്ള സാധനം എങ്ങനെ പല രീതിക്ക് വിൽക്കാം, പുതിയ ഓഫർ സെറ്റ് ചെയ്യാമെന്ന് നോക്കുന്നതിന് പകരം പുതിയ എന്ത് പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ചിന്ത പോകുന്നത്. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഡൺ ബൈ ഓൾ സ്ട്രഗിളിങ് ബിസിനസ് ഓണേഴ്സ്. സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്ന പരിപാടി, എപ്പോൾ സെയിൽ കുറയുന്നോ അപ്പോൾ ഇവൻ എവിടെ പോവും? പുതിയ പ്രൊഡക്റ്റോ സർവീസോ അന്വേഷിച്ചു പോകും. അപ്പോൾ ഒരു ചൈനയിലോട്ടൊരു പോക്കുണ്ട്. എന്തിനാ ജീവിക്കുക? എന്തേ ബ്രില്യൻസ് ഓഫ് ആൻ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഒരു സാധനം പല രീതിക്ക് വിൽക്കുമ്പോഴാണ്. ലേൺ ടു കോപ്പി ഫ്രം ഇൻ്റർനാഷണൽ ബ്രാൻഡ്. സോ ഇഫ് യു വാണ്ട് ടു സ്കെയിൽ യുവർ ബിസിനസ്, തിങ്ക് ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് സിമ്പിൾ. കാരണം സിമ്പിൾ മാത്രമേ സ്കെയിൽ ചെയ്യാൻ പറ്റൂ. മറ്റേത് ഭയങ്കര ഫാൻസിയാണ്, ഒത്തിരി മെനു ഉണ്ട്, ഇഷ്ടം പോലെ സാധനമുണ്ട്, ഭയങ്കര രസമാണ്. പറയുമ്പോഴും വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ വിസിറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കുക, അതിൻ്റെ പുറയിൽ ഇങ്ങനെ എഴുതി ചേർ, ഒരു ഗുണമില്ല. അതുകൊണ്ട് ഗുണമില്ലാത്ത കാര്യം ചെയ്യരുത്.